ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഷ്കറിനാണ്. നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാട്ടാ. ഇപ്പോൾ ഉള്ളത് ടൂട്ടിങ്ങിലാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു മലയാളിയുടെ കൂടെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നതാണ്. ആലു പൊറോട്ട ഉണ്ട്, ചട്നി ഉണ്ട്. ബ്രോ എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നപ്പോൾ ഇന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് വീണ്ടും കാണാം. സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മഴ തുടങ്ങിയ ടൈമാണ്. ബ്രോ എന്തായാലും താങ്ക് യു കേട്ടാ. അപ്പോൾ പുറത്ത് ഇപ്പോൾ നല്ല മഴയുണ്ട്. ഇന്നലെ അതുപോലെ നമ്മൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പെർമിറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ശ്രീജേഷ് ബ്രോ ഡ്യൂട്ടിക്ക് പോയിട്ടാ. ആൾ ഇവിടുത്തെ ഡോക്ടറാണ്, ഗ്രിഫില. അപ്പോൾ ആളുടെ റൂമും ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതാണ് ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പെർമിറ്റ് വേണം. നമ്മളിപ്പോൾ പോണത് ഗലിങ്ങിലേക്കാണ്. ഗലിങ്ങിനൊരു ബോർഡർ ഉണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇന്നലെ ഞാൻ ഇവിടെ ADC ഓഫീസിൽ പോയി പെർമിഷൻ എടുത്ത് കുറച്ച് പണി എന്ന് പറഞ്ഞാൽ അപാര പണിയാണ്. ഇവിടെ നമ്മൾ ILPൻ്റെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരെണ്ണം എടുത്തായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളൊരു റെഫറൻസ് വേണം. അല്ലാണ്ട് നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അതിന് ഏകദേശം 500 രൂപയാവും 15 ദിവസത്തേക്ക്. അപ്പോൾ അത് എന്നെ കൊണ്ട് താങ്ങത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ DC ഓഫീസിൽ ചെന്നൊന്ന് അപേക്ഷിച്ച്, അപ്പോൾ അവർ ഒരു റെഫറൻസ് വേണം. അങ്ങനെ റെഫറൻസ് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം റെഫറൻസ് അന്വേഷിച്ച് സെറ്റാക്കി തന്ന കുറച്ചധികം പണിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു റൂള് ശരിക്കും ILP വേണം നിർബന്ധമാണ്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് ഇതേപോലുള്ള റെഫറൻസ് ഓപ്ഷൻ എന്തെങ്കിലും ഒരു സംഭവം ഹെൽപ്പ് ചെയ്താണെങ്കിൽ സെറ്റാണ്. എനിക്ക് കിട്ടി ഹെൽപ്പ്, അത് കുറേ നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഇവിടെ ഒരു പാസ് ഉണ്ട്. എൻ്റെ പേര് ഞാൻ ഇടയ്ക്ക് മറന്നു. കെപ്പങ്കല എന്നാണ് പേര്. അങ്ങോട്ടേക്ക് പോകാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇതിൽ ഫസ്റ്റ് എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവർ പാക്ക് ചെയ്ത് തന്നു വിട്ടേണ്ട സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 2 പാസ് ഉണ്ട്. ഇത് രണ്ടും ഇവിടെ അടുത്ത ഒരു ITBPയുടെ ഒരു ക്യാമ്പുണ്ട്, അവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. ഇവിടെ ഇതിലുണ്ട് ITBP ഫോഴ്സ്, ഇവിടെ ടൂട്ടിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഉണ്ട് കേട്ടോ. ഇത് 2 ഇവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. പിന്നെ ഉള്ളത് ഇവിടെ ആർമിയുടെ ഒരു ഇതുണ്ട്, 5 ഡോഗ്ര ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഒരെണ്ണം കൊടുത്തിട്ട് വേണം. സ്പെഷ്യൽ പെർമിഷൻ ആട്ടാ. അത് ആർമി കമാൻഡിങ് ഓഫീസർ COക്കാണ് ഇത് കൊടുക്കുന്നത്. അതും ഈ ITBPയുടെയും ഇതുപോലെ തന്നെ കമാൻഡിങ് ഓഫീസർക്കാണ് കേട്ടോ. ഡെപ്യൂട്ടി കമാൻഡർക്കാണ് ITBPയുടെ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ലാസ്റ്റ് ഗെല്ലിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെയും ഓഫീസർ ഇൻചാർജ് ഉണ്ട്, അവർക്കാണ് ഈ ഒരു ഇത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരെണ്ണം സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇതിലുള്ളത്. ഇതെല്ലാം നമ്മൾ അവിടെ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ വീഡിയോസ് കാര്യങ്ങൾ അലൗഡ് അല്ല. എനിക്കറിയില്ല, ഞാൻ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണേക്കും. എന്തെല്ലാം കണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിത്ത് പെർമിഷൻ ആണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരും. ഇന്നെന്തായാലും നമുക്ക് ഗെല്ലിങ് പിടിക്കണം. ഗെല്ലിങ് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ ഒരു പെർമിഷൻ 8-ാം തീയതിയിലേക്കാണ്. ഇന്ന് 7-ാം തീയതിയാണ്. നാളെയാണ് എനിക്ക് മേലിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നാളെ കയറാം. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. ഞാനപ്പോൾ നമ്മുടെ ബ്രോനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇനി ഇവിടെ അടുത്തൊരു ക്യാമ്പുണ്ട് ITBP. അതിന് നമ്മൾ പോണ റൂട്ടിൽ ആർമി ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രിഫിൻ്റെ ക്യാമ്പിൽ പോകും. അവരെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കണത്. ഇൻ കേസ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ കുറേ ദിവസമായിട്ട് നല്ല മഴയുണ്ടാ, ആകെ പെട്ടിരിക്കണേണ്. നമുക്ക് എന്തായാലും ഇപ്പം ഗെല്ലിങ്ങിലേക്ക് പോകണം കേട്ടോ. ഈ കാണുന്നത് ITBPയുടെ ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർമിഷൻ കൊടുക്കണം കേട്ടോ. ഇവിടെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മഴ മാറാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയേട്ടാ, റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കണേന്. ആദ്യം നമ്മൾ ITBPൻ്റെ ക്യാമ്പിൽ പോയി. അവിടെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന 2 കോപ്പി അത് കൊടുത്ത് അവർ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ അതുപോലെ ഒരെണ്ണം അവിടെ ഗെല്ലിങ് കഴിഞ്ഞിട്ടൊരു ബോട്ടിൽ കൊടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ 5 ഡോഗ്ര ഉണ്ട്, ആർമിയുടെ, ഇന്ത്യൻ ആർമിയുടെ ഉണ്ട്. അവിടെ ഒരു പേപ്പർ കൊടുത്ത് അവരും അവിടെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഗെല്ലിങ് പിടിക്കണം. ഗെല്ലിങ്ങിൽ നിന്ന് വേണം നമുക്ക് നാളെ എൻട്രി ചെയ്യാൻ. കാരണം നാളത്തേക്കാണ് നമുക്ക് പെർമിറ്റ് ഉള്ളത്. അതുകൊണ്ട് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ നമുക്ക് എന്താവും എങ്ങനെയാവുന്നൊരു പിടുത്തമല്ല. കാലാവസ്ഥ നിങ്ങൾ നോക്കിയാൽ ഫുള്ള് കോട വന്ന് മഴയൊക്കെയാണ്. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞെങ്കിലും ഇന്ന് മൊത്തം മഴയുണ്ടാ. അപ്പോൾ മാപ്പിലൊക്കെ നെറ്റിൽ നോക്കിയിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് സൂക്ഷിക്കുക. എയർടെൽ ഉണ്ടെങ്കിലും എയർടെലാണ് നിങ്ങൾക്ക് കിട്ടണത്, ബാക്കി സിമ്മൊന്നും കിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു BSNL കിട്ടും.
എയർടെല്ലാണെങ്കിലും നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. നിങ്ങൾക്ക് കോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയുടെ ഗതി മാറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടെ കുറഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ വീണ്ടും നല്ല മഴ പെയ്തട്ടാ. റോഡ് നോക്കിയേ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സൈക്കിളിലെ കുറച്ച് സാധനങ്ങൾ ശ്രീജേഷ് ബ്രോഡ് അവിടെ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ വന്നിട്ട് എടുത്താൽ മതി, കാരണം നമ്മൾ ഇത്രയും വെയിറ്റ് ചുമന്നിട്ട് പോയിട്ട് കാര്യമില്ല. എൻ്റെ സൈക്കിളിലെ ഇതില്ല ബ്രേക്കിൻ്റെ ഒരു ഇത് എങ്ങനെയൊക്കെ മിസ്സായിട്ടാ, അതുകൊണ്ട് ബാക്കിൽ ബ്രേക്ക് ഇല്ല, അങ്ങനെ ഇരിക്കണേണ്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഇറക്കമുണ്ട്, എന്തായാലും തള്ളിയേ പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ബ്രേക്ക് ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ പണിയാവും. എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കും കേട്ടോ. നല്ല കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റമാണ്. നമുക്കിനി ഏകദേശം ഗെലിങ്ങിലേക്ക് 25 കിലോമീറ്റർ, ബൊണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 14 കിലോമീറ്റർ കേട്ടോ. ഇന്ന് എന്തായാലും ഗെലിങ് പിടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞ് 1 മണി ആറായിട്ടാ. ഇവിടെ നമുക്ക് വേറൊരു റൂട്ടും കൂടെ ഉണ്ട് കേട്ടോ. ടഷിഗോങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം 62 കിലോമീറ്റർ. ഈ ഒരു റൂട്ട് വേണം പോകാൻ. ഇവിടെ നമുക്ക് ബിഷിങ് എന്ന് പറഞ്ഞ സ്ഥലം പോകട്ടെ, അവിടെയും ഒരു ബോർഡർ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കെപ്പങ്കല അങ്ങോട്ടേക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും റിട്ടേൺ വന്ന വഴിക്കായിരിക്കും ബിഷിങ് പോകാൻ പ്ലാൻ ഇട്ടേക്കണേട്ടാ. അപ്പോൾ എന്തായാലും പോകണേക്ക് നോക്കാം. കാരണം ഞാൻ ഈ നിർത്തി വീഡിയോ ചെയ്യണ വേറെ ഒന്നുമല്ല, നല്ല മഴയുണ്ട് കേട്ടോ. ഫോണൊക്കെ ഒന്നാമത് പൊട്ടിയിരിക്കണേണ്. ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറിക്കാൻ നമ്മുടെ കച്ചവടം മുട്ടും അതാണ്. ഇപ്പം നല്ല രീതിയിൽ കോട വന്നു തുടങ്ങിയേട്ടാ. മഴ ഒന്ന് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ല കോടയുണ്ട് കേട്ടാ. നല്ല കിട്ടില്ല പ്രകൃതി മനോഹരമായ ഭംഗിയാണ് മക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. അടിയിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടാ. ഇത് നേരെ വന്ന് പതിക്കണത് സിയാങ് റിവറിലേക്കാണ്. ഇതൊക്കെ കൂടുതലും ചൈനയിൽ നിന്ന് ഒഴുകി വന്നതാണ് കേട്ടോ. ഇത് ചൈനയിൽ നിന്നായിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ സിയാങ് റിവർ ഒഴുകി വന്നത് ചൈനയിൽ നിന്നാണ്. ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോ ചൈന ബോർഡർ എത്തോട്ടാ. അവിടെ നമുക്ക് കുറച്ച് ദൂരം ട്രെക്കിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഒരു പിടുത്തമില്ലാട്ടാ. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കൺട്രോളിലാണ്. ഇവിടെ നമ്മൾ വരാൻ വേണ്ടി സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗെലിങ് വരാൻ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പാലിക്കേണ്ടതാണ് കേട്ടോ. നമ്മളെ പോണ റൂട്ടൊക്കെ നല്ല റൂട്ടാണെന്നാണ് കേട്ടത്. ഇത് നോക്കിയേ നല്ല രീതിയിൽ ടാർ ചെയ്ത റൂട്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നില്ലേ, നിങ്കിങ് എത്തണ വരെ നമുക്ക് ഭയങ്കര മോശം റൂട്ടായിരുന്നു. നിങ്കിങ് കഴിഞ്ഞൊരു 2 കിലോമീറ്റർ കഴിഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമുക്ക് ഇവിടെയൊക്കെ വരെ നല്ല റൂട്ടാണ് കേട്ടോ. ബോർഡറിലും വരെ നല്ല റൂട്ടാണെന്നാണ് കേട്ടത്, അറിയില്ല. നമുക്ക് പോയി നോക്കാം കേട്ടോ. പോയിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബോർഡറിൻ്റെ ആ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അത് പറ്റുമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറേ ദിവസത്തേക്ക് മഴയാണ് കാണിക്കണത് ഗൂഗിളിൽ നോക്കിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കാട്ടാ. പിന്നെ അതുപോലെ റിട്ടേൺ പോണ വഴി അത് ബ്ലോക്കായി കിടക്കണേ കേട്ടോ. അത് വേറെ ടാസ്ക്. നമ്മളിപ്പോൾ ഗ്രിഫിൽ കുറച്ച് പേര് നമ്മളോട് പറഞ്ഞാന്ന് റോഡ് ബ്ലോക്കാണ്, അതുകൊണ്ട് അവരുടെ വണ്ടി അങ്ങാടും ഇങ്ങോട്ടൊന്നും പോകണില്ല. ഒരു പിടുത്തമില്ലാട്ടോ എന്താവുമെന്ന്. നമ്മൾ യാത്ര ചെയ്യണത് ബുദ്ധിസ്റ്റുകളുടെ നാട്ടിലൂടെ ആയതുകൊണ്ട് ഇവിടെ മൊത്തം ബുദ്ധിസ്റ്റ് ഫ്ലാഗിലാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ടിബറ്റൻ മന്ത്രങ്ങളാണ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മെമ്പ ഉണ്ട്, കമ്പ എന്ന് പറഞ്ഞ 2 ട്രൈബാണ് കേട്ടോ. മെമ്പ കമ്പ. കമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണത്. മെമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മെച്ചുക്കയിൽ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ളത് മെമ്പ എന്ന് പറഞ്ഞ ട്രൈബ്സാണ്, ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ. പലരുടെയും ധർമ്മങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ബുദ്ധിസ്റ്റുകളാണ്. ഇനിയിപ്പോൾ ഗെലിങ്ങിലും അതിനു മുമ്പ് വേറൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെയും ഉള്ളത് ഈ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഇത് കാണിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഉൾപ്പെടുത്താം കേട്ടോ. നമ്മൾ വന്നവയ്ക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും തിരിച്ച് റിട്ടേൺ വരുമ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. എന്തായാലും നോക്കാം. എന്തോരം വാഴത്തോപ്പുകളാന്ന് നോക്കിയേ. ഇതിൽ കൊലയൊന്നും അങ്ങനെ കാണല്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കൊലയുണ്ട് കേട്ടോ. ഫുള്ള് കിളികൾ വന്ന് കൊത്തി തിന്നണേന്ന് തോന്നണ്. ഇതൊക്കെ ഇവിടെയുള്ള നാട്ടുകാരുടെ കൃഷികളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ കോട കയറി വന്നെ കേട്ടോ. ഇപ്പോഴും മഴ നിന്നിട്ടില്ല, നല്ല രീതിയിൽ മഴയും പൊടിയണമുണ്ട് കേട്ടോ. നമ്മൾ എന്താവും എങ്ങനെയാവും എന്നൊരു പിടുത്തമല്ല മക്കളെ. ഈ റൂട്ടിലൊക്കെ വണ്ടി വളരെ കുറവാണ് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ വില്ലേജിൽ പോകുന്ന ആൾക്കാരുടെ ഉണ്ട്, അതായത് ഇവിടുത്തെ ഗ്രാമവാസികളുടെ വണ്ടി പോകുന്നുണ്ട്, ആർമിയുടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഗ്രിഫിൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നല്ല റൂട്ടാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു റൂട്ടാണ്. പോണ റൂട്ടിലൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകണേ കേട്ടോ. അതുപോലെ തന്നെ ഇത് നോക്കിയ ചെറിയ ചെറിയ കാണകൾ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്, ഒരു അഴുക്ക് പോലും ഇല്ല ഡെയിലി. ഇങ്ങനെ ഒഴുകി ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലണേണ്. ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ.
ഇതൊരു ചെറിയൊരു കൃഷിപ്പാടമാണ്, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട്, അടച്ചിട്ടേക്കാണ് ഇവർ. കണ്ടില്ലേ, ചെറിയൊരു കൃഷിപ്പാടമാണ്. അപ്പോൾ അവരുടെ വീടുകളാണ് നിങ്ങൾ ഈ കാണുന്നേട്ടാ. ചെറിയൊരു വീടല്ലേ, കാണാൻ നല്ല ഭംഗിയാട്ടാ. ഈ ഒരു വ്യൂ തന്നെ നോക്കിയേ. പിന്നെ ആ കാണുന്നത് ടിബറ്റൻ ഫ്ലാഗുകളാണ് കേട്ടാ. ഇവിടെ ഇത്ര നേരമായിട്ട് വണ്ടികളൊന്നും അങ്ങനെ പോയിട്ടില്ല. 1-2 വണ്ടി പോയിട്ടാ, അതല്ലാണ്ട് വേറെ വണ്ടികളൊന്നും പോയിട്ടില്ല. നമ്മൾ ആകെ കണ്ടത് ഒരു ആർമിയുടെ വണ്ടിയും കണ്ട്, ഒരു ഗ്രിഫിൻ്റെ വണ്ടിയും കണ്ട്, പിന്നെ ഒരു ബൊലേറോ കണ്ടിട്ട്. അത് ഇവിടെയുള്ള ആൾക്കാരുടെ വണ്ടികളാണ്. നമ്മുടെ സൈക്കിളിലേക്ക് നനഞ്ഞ് കുതിർന്നിരിക്കണേട്ടാ. നമ്മളെ പോണ റൂട്ടാണ് കേട്ടാ. ഇവിടെ കൊക്കു എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ച് തന്നെ നമ്മളെത്തും കേട്ടാ. റോഡ് ബ്ലോക്കാണെന്ന് തോന്നുന്നു, കാരണം കല്ലിങ്ങനെ മേളിൽ നിന്ന് ഇടിഞ്ഞിടിഞ്ഞിട്ട് വീഴുണ്ടായിരുന്നു കേട്ടാ. മിക്കവാറും ഇത് ഇവർ ക്ലീൻ ചെയ്താൽ മാത്രമേ ഇവരുടെ ഈ കാറൊക്കെ പോളു. കണ്ടില്ലേ, പുറയിലൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകാം, പക്ഷേ ഒരു പേടിയാണ്. ഞാൻ പോകും തോറും ഇങ്ങനെ ഓരോന്ന് ഇടിഞ്ഞിരിഞ്ഞ് വീഴണ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പയ്യങ്ങാ പോവാം കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കുറച്ചങ്ങാ പോകുമ്പോൾ റോഡ് നല്ലത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ ആ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള ഏരിയയിൽ കുഴപ്പമില്ല കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞ് പോവാന്നാണ് പറഞ്ഞത് കേട്ടോ. എന്താ നമുക്കൊന്ന് പോയി നോക്കാം. और सर कैसे हो? ठीक है ना? नाम क्या है आपका? सर എങ്ങനെ പേരെങ്ങനെ? എവിടെ? ആന്ധ്രയിലാ? ഓ, ഇവിടെ काम എല്ലാം വർക്ക്. हाय दीदी लोग, कैसे हो? ठीक है ना? ये आप लोग का ब्रिज पूरे भारत में घूमेंगे, पूरे इंडिया है। बिस्तर है, बिस्तर। है क्या? क्या मेडिसिन चाहिए आपको? क्या मेडिसिन चाहिए आपको? चाहिए? പുതിയൊരു ബ്രിഡ്ജ് പണിതണ്ടിരിക്കണേട്ടാ. ഇത് ബിയാറാണ് പണിയത്, ഗ്രഫിൻ്റെ. കണ്ടില്ലേ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പഴയ ബ്രിഡ്ജിലൂടെയാട്ടാ. ഈ കാണുന്നതാണ് പുതിയ ബ്രിഡ്ജ്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ബോർഡർ എത്തും കേട്ടാ. हाय सर, ठीक है ना? आपका नाम क्या है सर? सत श्री अकाल। अच्छा, आप लोग का ये नया ब्रिज है ना? ये पुराना है, वो नया। अच्छा, वो कितना टाइम लगेगा ये बनाने के लिए? 7 लोग जाएंगे ना? अच्छा अच्छा, और ओके ठीक है सर, मिलेंगे फिर भी। थैंक यू। ഈ കാണുന്നതാണ് കൊപ്പു എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. ഇത് തികച്ചും ബുദ്ധിസ്റ്റ് ഗ്രാമമാണ്. ഇവിടെ ഒന്നല്ലെങ്കിൽ മെമ്പ അല്ലെങ്കിൽ കമ്പ എന്ന് പറഞ്ഞ ട്രൈബായിരിക്കും കേട്ടോ, ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട. അതുപോലെ തന്നെ ഈ കാണുന്നത് അവരുടെ മൊണാസ്ട്രി എന്തോ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ ഇപ്പം കയറാം, അല്ലെങ്കിൽ റിട്ടേൺ വരുമ്പോൾ കയറാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞാനിവിടെ കയറും. ഇപ്പോൾ ഇവരുടെ കുറച്ച് കൾച്ചറും കാര്യങ്ങളും കാണാൻ പറ്റുമോ നമുക്ക് നോക്കണം. ഓരോ ട്രൈബിൻ്റെയും ഓരോ വ്യത്യസ്തപരമായിട്ടുള്ള രീതികളാണ് കേട്ടോ. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നത് മിക്കവാറും BSNL ടവർ ആയിരിക്കും കേട്ടോ. എയർടെൽ ഇവിടെ റേഞ്ച് കിട്ടാനുള്ള വില്ലേജ് കപ്പു കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ 2 സ്തൂപങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഈ ഒരു സ്തൂപത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 2 മോതിരങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോതിരത്തിലൊന്നും എടുക്കാനുള്ള, കാരണം അത് അവർ എന്തെങ്കിലും വല്ല പൂജിച്ച് വെച്ചതായിരിക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മളത് എടുക്കാനുള്ള. ഇവിടെയും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും ആയിട്ടൊന്നും ഉണ്ടാവും. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ കണ്ടില്ലേ, ഒരു ബുദ്ധയുടെ ചെറിയൊരു പ്രതിമ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാത്തിലും ഇങ്ങനെ ബുദ്ധയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ടുകളോ അല്ലെങ്കിൽ ജ്യൂസുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ശംഖുകൾ പോലത്തെ സംഭവമുണ്ട്. ശംഖുകളല്ല, ഇതൊരു എന്താ പറയുക, ഒരു പൂജ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം കേട്ടോ. പറഞ്ഞാൽ നമ്മൾ അധികം തൊടാനുള്ള കേട്ടോ. കാരണം ഇനിയിപ്പോൾ അത് തൊടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പാലിച്ചിട്ടെന്നൊക്കെ വരും. ഞാൻ അറിയാണ്ടൊന്നും തൊട്ടാണ്ടായില്ലേ. ഇതുണ്ടല്ലോ, ഒരുപാടുണ്ട് കേട്ടോ, ചെറുതും വലുതും പല പല കളറൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം എനിക്ക് അറിയില്ല കേട്ടോ. ഓരോ മന്ത്രങ്ങൾ ഇതേപോലെ എഴുതി വെച്ചേക്കണം കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഓരോ ട്രൈബിനും അതിൻ്റേതായിട്ടുള്ള രീതികളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്. ഒരു ബുദ്ധിസ്റ്റുകളാണെങ്കിൽ ബുദ്ധിസ്റ്റിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ മൊത്തം ബുദ്ധിസ്റ്റ് മന്ത്രങ്ങളാണ് ഈ വെച്ചേക്കണത്. കുറേയൊക്കെ മാനുമായിട്ട് ഇവർ ഓരോ വർഷം കൂടുന്തോറും പുതുക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ടിബറ്റൻ മന്ത്രങ്ങളാണ്. ബുദ്ധയുടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് അടിയിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ടവർ BSNL ആണ്, അതുകൊണ്ട് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ വഴിയുണ്ട്.
പിന്നെ അതുപോലെ നമ്മളീ പോണ കെപ്പങ്കല എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ഇത് കഴിഞ്ഞിട്ട് ചൈനയിലായിട്ട്, അതായത് ബോർഡർ ക്രോസ് ചെയ്ത് അവിടെ ഒരു എന്താ പറയുക, ഒരു ഗുൺപേണ്ട ഒരു മൊണാസ്ട്രി ഉണ്ട്. അവിടെ ഇവിടെയുള്ള ആൾക്കാർ പൂജക്കായിട്ടൊക്കെ പോകുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ. അത് വിത്ത് പെർമിഷൻ, മേലിൽ നിന്ന് ഓർഡറൊക്കെ വന്ന് ആർമിയായിട്ട് ഡിസ്കസ് ചെയ്ത് ആർമിക്കാരാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രൊട്ടക്ഷനെ കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ഒരു മൊണാസ്ട്രിയിൽ ഇവർ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അതിനൊരുപാട് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടത്. അല്ലാത്ത ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പൂജക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് എനിക്കൊന്ന് ലാംബ് ഹൗസാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വിളക്കുകളായിട്ടൊന്നും കാണില്ല. ഇത് ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതായിരിക്കും പറഞ്ഞ മൊണാസ്ട്രി അല്ലേ. ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മൊണാസ്ട്രി. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ, ക്ലോസ് ചെയ്തിട്ടേക്കനെയാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ നമ്മൾ അധികം കണ്ടൂല കേട്ടോ ഇത്ര നേരം വന്നിട്ട്. അല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചരിത്രവും അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നല്ല വൃത്തിയിലാണ് ഇവർ സൂക്ഷിച്ചേക്കണം. ഇതിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൽ വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ലാംബ് ഹൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രെയർ ബെല്ലൊക്കെ ഉണ്ട്. നമ്മളെല്ലാ മൊണാസ്ട്രിയിൽ ചെന്നാലും അവിടെയുള്ള സെയിം പ്രെയർ ബെല്ലുകളാണ് ഇവിടെ ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ടിബറ്റൻ ലാംഗ്വേജാണ് എഴുതിയേക്കണേ കേട്ടോ. അടിപൊളിയായിട്ടോ കാണാൻ വേണ്ടി. നല്ല കിടിലൻ ഗ്രാമമല്ലേ. ഒരുപാട് വീടുകളൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഈ കാണയില്ലേ, ഇത് ഇവിടുത്തെ ടിബറ്റൻ ഭാഷയിൽ എഴുതിയ മന്ത്രങ്ങളാണ് കേട്ടോ. നമ്മൾ പല മൊണാസ്ട്രികളും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ആരാധന കേന്ദ്രമാണ് കേട്ടോ ഈ ബുദ്ധിസ്റ്റ് വിശ്വാസത്തിൻ്റെ. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതാണ് പ്രെയർ ബെല്ലാണ്. ഇതും അടച്ചിട്ടേക്കണേ കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്ത് കയറട്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളാവും. എല്ലാ മൊണാസ്ട്രിയിലുള്ള പോലത്തെ ഒരു സെയിം പ്രെയർ ബെല്ലാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്ന സംഭവമല്ലേ, ഇത് ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് കൊട്ടാൻ വേണ്ടിയതാണ് കേട്ടോ. നമ്മുടെ ചെണ്ട പോലത്തെ ഒരു സംഭവമാണ്. മദ്ദളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ ഇവരുടെ ലാമാസ് താമസിക്കുന്ന സ്ഥലമായിരിക്കും. നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കണില്ല കേട്ടോ. കാരണം വിത്ത് പെർമിഷൻ ഇല്ലാണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. മക്കളെ, നമ്മൾ പോണ റൂട്ടിൽ നമുക്കൊരു വാട്ടർ ക്രോസിങ് കിട്ടിയേട്ടാ. ഇത് നോക്കിയേ, ഇത് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ട് നിങ്ങൾ വന്ന വഴിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ചിലയിടത്ത് ഇതേപോലെ മോശം റൂട്ടായിക്കോട്ടെ. ഇവിടെ പണിയും ഏകദേശം ടൈം എടുക്കും കേട്ടോ. കാരണം ഇവിടെ ഗ്രിഫിൻ്റെ പുതിയ ഡെറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെന്തോ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇൻഡോ ചൈന ബോർഡറിലേക്ക്. ഈ ഒരു അരുവിനെ പറയണ പേരാണ് ഐശ്വര്യ നള കേട്ടോ. അവിടെ അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഓരോ സൈഡിലായിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നോക്കൊക്കെ ആ ഒരു മൊണാസ്ട്രി കണ്ടില്ലേ, അത് ലോക്ക്ഡാണ്. അതുകൊണ്ട് നമുക്കത് സന്ദർശിക്കാം, അതിൻ്റെ ഉള്ളിൽ കയറി സന്ദർശിക്കാൻ പറ്റിയില്ല. എന്നാലും തിരിച്ചു വരുമ്പോൾ അത് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കോട വന്നേക്കണേ കേട്ടാ. ഇത് നേരെ ഒഴുകി ചെല്ലണത് നമ്മുടെ സിയാങ് റിവറിലേക്കാണ്. സിയാങ് റിവറൊക്കെ കലങ്ങി കുതിർന്ന് കിടക്കണേ കേട്ടാ. പോണേക്ക് ഒരു കിടിലം വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ മക്കളെ. നമുക്കാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി ചാടാട്ടാ. നല്ല തണുപ്പുണ്ട്. എന്റെ മോനെ സെറ്റാണ്ടാ. മഴ ഇല്ലാതെ ഇറങ്ങി ചാടിയേട്ടാ. കാരണം നമുക്ക് ഇവിടെയും നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നത്. നമുക്ക് എവിടെയും തങ്ങാൻ സ്ഥലവും കിട്ടിയിട്ടില്ല. എൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റാനുള്ള സെറ്റപ്പ് ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ മോനെ കിട്ടില്ലാണ്ടാ, ഒരു രക്ഷയില്ല മക്കളെ. ഇപ്പൊ അതുപോലെ തന്നെ മഴയും പൊടിയുണ്ട് കേട്ടാ. നമുക്ക് എങ്ങനെയാലും ഗലിങ് എത്തണം. ഗലിങ്ങിൽ എവിടെയെങ്കിലും തങ്ങാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടാ. എൻ്റെ ടെൻ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഗലിങ് ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നൊർബുലിൻ 11 കിലോമീറ്റർ. ബൊന എന്ന് പറഞ്ഞ സ്ഥലം 3.4 കിലോമീറ്റർ കേട്ടാ. അപ്പം എന്തായാലും ഗലിങ് പിടിക്കാം. 4 മണി ആകാറായിട്ടാ. ഏകദേശം 5:30 കേട്ടാ. മഴ വീണ്ടും കൂടിയായിരുന്നു മക്കളെ. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണേന്. ഏകദേശം 5:30 കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ ഇരുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയേ, ഇതാട്ട കാലാവസ്ഥ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് ഗലിങ്ങിലേക്ക് പോകാൻ. അപ്പം ഇന്ന് ഗലിങ്ങിൽ തങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ അടിയിൽ വെച്ചിട്ട് പോകുന്നത് നന്നായി. പിന്നെ അതുപോലെ ബ്രേക്കില്ല കേട്ടോ. സൈക്കിളിൽ ബ്രേക്ക് ഇല്ലാത്ത പ്രശ്നമുണ്ട്.
ഇറങ്ങുമ്പോൾ നല്ല സീനാട്ടാ. ഇറങ്ങുമ്പോൾ നല്ല സീനാണ്. ഞാനിങ്ങനെ ഷൂ ഒക്കെ ഉരച്ചുരച്ചാണ് വന്നത്. ഷൂ ഒക്കെ തീർന്നട്ടാ. ഷൂ പൊട്ടി തുടങ്ങി, നനഞ്ഞ് ചീനട്ടാ ഷൂ ഒക്കെ. അത് ഞാനിങ്ങനെ ഇറക്കത്തിൽ സീനാണ്. ഇറക്കത്തിൽ നമ്മൾ ഷൂ ഒക്കെ ഇങ്ങനെ ഉരച്ചുരച്ചൊക്കെയാണ് ബ്രേക്ക് പിടിക്കണത്. ഷൂ ഒക്കെ തേഞ്ഞ് തീരാറായിട്ടാ. അത് മാറ്റണം. കാരണം ഷൂവിൻ്റെ ഇത് ഏകദേശം 4 തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണേട്ടാ. അത് ഏകദേശം പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ നനഞ്ഞ് ചീനിരിക്കണ ഷൂ ഒക്കെ അത് മാറ്റാറായിട്ടുണ്ട്. എന്തായാലും മാറ്റണതിൽ വകുപ്പ് കിട്ടിയിട്ടൊന്ന് മാറ്റാലാന്ന് വെച്ച്. ഇപ്പം എന്തായാലും നമുക്ക് ഇനി ഗലിങ് എത്തിയിട്ട് കാണാട്ടാ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ വന്നെയാണെങ്കിൽ ഞാനിൽ ആഡ് ചെയ്യാം. കാരണം നമ്മൾ വന്ന വഴിയിൽ കൂടുതൽ വാട്ടർ ക്രോസിങ്, വാട്ടർഫാളുകൾ അങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് ഈ മനോഹരമായ മലനിരകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അത് ബോറിംഗ് ആവും. അതുകൊണ്ട് നമ്മൾ ഇനി എന്താണോ കാണിക്കാൻ പോണത് അതവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളെ ഗലിങ്ങിലെത്തിയേട്ടാ. നന്ദി ചെയ്യുന്നു. റെയിൻകോട്ട് ഇട്ടൊന്നും വലിയ കാര്യമില്ലാത്ത റെയിൻകോട്ടാണ്. റെയിൻകോട്ട് ഇട്ട് നനഞ്ഞ് ചെയ്യുന്നുട്ടാ. അപ്പോൾ തങ്ങാനൊരു സ്ഥലം കിട്ടിയില്ല. എനിക്ക് കാലിലൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. കാലിൽ നിന്നൊക്കെ പോകുമെന്ന് നോക്കി. ഷൂ ഒക്കെ നനഞ്ഞ് ചീനട്ടാ. എൻ്റെ ഷൂ ഒക്കെ ആണെങ്കിൽ ഒന്നാമത് നശിഞ്ഞിരിക്കുന്ന ഷൂ ആണ്. 2 കാലും സീനായിട്ടാ. കാല് പൊട്ടിന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതായി വിണ്ടി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താണല്ലേ അവസ്ഥ. ഭയങ്കര മഴയുണ്ട് ഇവിടെ. പെട്ടുപോയ അവസ്ഥയിൽ പോയി. ഇന്നിപ്പോൾ വന്നപ്പോൾ ലേറ്റായി. ഇവിടെ തങ്ങാനൊരു സ്ഥലം കിട്ടിയില്ല. ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞു വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അയാളെ വിളിച്ചിട്ടാണെങ്കിൽ അയാൾ ഫോൺ എടുക്കണില്ല. എനിക്കാരും ഇവിടെ തന്നെ കിടക്കാമെന്ന് വെച്ച്. ഈ ബെഞ്ചിലെ ഈ ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞിരിക്കണേട്ടാ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു കടയുണ്ടാ. കടയും തുറന്നിട്ടില്ല. ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ടേട്ടാ. ഇവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞുള്ളൂ. 7 മണിക്ക് മുമ്പ് ആൾക്കാരെല്ലാവരും വീട്ടിൽ കയറിയിട്ടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. തണുപ്പുണ്ട്, മഴയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും കടയും കാര്യങ്ങളൊക്കെ അടച്ച് പുറത്തേക്കൊന്നും ഒറ്റ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എത്ര നേരം വന്നിട്ട് നമ്മൾ ഒറ്റ മനുഷ്യരെ ഇതുവരെ പുറത്തേക്ക് കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ പുറത്തുകൂടി കിടപ്പുണ്ടാവും. എന്തായാലും തങ്ങാട്ടാ, അതായിരിക്കും നല്ലത്. അങ്ങനെ മക്കളെ, നമ്മളപ്പോൾ ആ ഒരു കടയിൽ അവിടെ നിന്ന് ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ടാ. നമ്മൾ വന്നൊരിക്കലവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ. പുള്ളി എന്തോ തിരക്കിലായിരുന്നു. എന്നിട്ട് തിരിച്ച് വിളിച്ച് എനിക്കിവിടെ നല്ലൊരു സെറ്റപ്പ് കാര്യങ്ങൾ റെഡിയാക്കി തന്ന് നാളെ വീഡിയോ എടുക്കാമെന്ന് പറയട്ടാ. അതുകൊണ്ടാണ് അവരെ നമ്മൾ കാണിക്കേണ്ടത്. നമുക്ക് ആ ഒരു ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നിട്ട് നല്ല ചോറ്, പരിപ്പ് കറി, പിന്നെ മുളകൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ ഉണക്കണമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നനഞ്ഞ് ചീഞ്ഞിരിക്കണമായിരുന്നു. ഇതൊക്കെ അങ്ങനെ നമ്മൾ ഉണക്കിയിട്ടാ. ഈ ഒരു ബുക്കാരിയില്ല ചൂടുകൊണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കി, എനിക്കിവിടെ കിടക്കാനുള്ള സെറ്റപ്പ് എല്ലാം അവർ വിരിച്ച് സെറ്റാക്കി തന്ന്. അവർ തന്നെയാണ് പുതപ്പ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് കേട്ടോ. നല്ല അടിപൊളി ആൾക്കാരാണ്. കാരണം ഈ ഒരു ഇത് കിട്ടുമൊട്ടും പ്രതീക്ഷയില്ല. കാരണം നനഞ്ഞ് ചീഞ്ഞിരിക്കണ ഷൂ, ഡ്രസ്സ് എല്ലാം നനഞ്ഞ് ചീഞ്ഞിരിക്കണമായിരുന്നു. ഭാഗ്യത്തിന് ഇത് കിട്ടുകൊണ്ട് രക്ഷപ്പെട്ടാ.